സാഹസം മൂവിയിൽ സിനിമയുടെ തുടക്കത്തിൽ പോലീസുകാരും അതേപോലെ വില്ലന്മാരും തമ്മിൽ ഭയങ്കര പോരാട്ടമൊക്കെ നടക്കുന്നുണ്ട്. വെടിവെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭീകരാന്തരീക്ഷം കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ സിനിമ ഇവിടുന്ന് അങ്ങോട്ടും അവസാനം വരെയും ഭയങ്കര ടെററായിട്ട് പോകുന്ന സിനിമയായിരിക്കുന്നു പ്രതീക്ഷിച്ചു. സാഹസം എന്ന പേരുമൊക്കെ കേട്ടപ്പോൾ അങ്ങനെയായിരിക്കുന്നു പ്രതീക്ഷിച്ചു. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് സിനിമ കോമഡി ആയിട്ടാണ് ബിപിൻ കൃഷ്ണ ഈ കഥ എഴുതി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കോമഡിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ തുടക്കത്തിൽ ഈ സിനിമയുടെ പേര് സാഹസം എന്നാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം കാണിച്ച സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഭയങ്കര ഭീകരമായിട്ടായിരിക്കും സിനിമ മൂവാകുന്നത് കരുതി. കാരണം അങ്ങനെയാണ് ആ ഫസ്റ്റ് ഭാഗം കണ്ടത്. പക്ഷേ അങ്ങനെയില്ല, സിനിമ ഒരു കോമഡി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ബാബു ആൻ്റണിയുടെ വൂൾഫ് ക്യാരക്ടർ അത് കുഴപ്പമില്ല കേട്ടോ. അത് പുള്ളിയും ആദ്യം ഭയങ്കര ഭീകരമായിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഫുള്ളായിട്ട് ഒരു സെൻറ്റിമെൻറ്റ്സിൽ ഇറങ്ങിയിരിക്കുകയാണ് ബാബു ആൻ്റണി. അവസാനം വരെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ എന്നാലും ഒരു ഉറച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ബാബു ആൻ്റണിയുടെ ആ വൂൾഫ് ക്യാരക്ടർ വലിയ കുഴപ്പമില്ല. ഇതിൽ ആദ്യം മുതൽ അവസാനം വരെയും ബാക്ക്ഗ്രൗണ്ടിൽ കുത്തു സോങ് കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. കുത്തു സോങ് പറഞ്ഞാൽ വെറും മ്യൂസിക് അല്ല, BGM അല്ല, അതിൽ സോങ്ങും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ സോങ് നിൽക്കുന്നുള്ളൂ, പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ സോങ് തന്നെ. ഇതിൽ അജു വർഗീസിനെ ഒരു ഇടവേളയ്ക്ക് ശേഷം കുറച്ച് ടൈം വരുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ കഥാപാത്രം ഇതിൽ എന്താണ്, ആരാണ്, ഒന്നുമില്ല. കുറച്ച് സോങ്ങും കാര്യങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ അത് അവസാനിക്കുകയാണ്. അതൊരു കോമഡി പോലെ അങ്ങോട്ട് അവസാനിക്കുകയാണ്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും തന്നെ ഓരോ കാര്യങ്ങൾ തപ്പി നടക്കുകയാണ്. അപ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു നിർണായക ഘട്ടം വരുന്ന സമയത്ത്, ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മറ്റേ കഥാപാത്രം അവിടേക്ക് പെട്ടെന്ന് അവിചാരിതമായിട്ട് വന്നിട്ട് ആകെ അലമ്പാക്കിയിട്ട് അവിടെ ഒരു രക്ഷയ്ക്ക് എത്തുകയാണെന്ന് പറയാം. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളെയും ലിങ്ക് ചെയ്താണ് ഈ കോമഡി മൂവി ബിപിൻ കൃഷ്ണ എടുത്തിരിക്കുന്നത്. സാഹസം എന്ന പേരിനനുസരിച്ച് സിനിമയിൽ ആക്ഷൻ ഉണ്ട്, പക്ഷേ ഭയങ്കര ആക്ഷൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ലെവലിലുള്ള ആക്ഷൻ അവിടെയായിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇവർ ആക്ഷനാണ് ചെയ്യാൻ പോകുന്നത്, ഭയങ്കര ഹൈപ്പിൽ കൊണ്ടുവന്ന് നിർത്തും, പിന്നെ നോക്കുമ്പോണ്ട് അത് കോമഡി ആയിട്ട് മാറുകയാണ്. എന്നാലും ഇടവേളയ്ക്ക് ശേഷവും അതിന് മുമ്പും ഒക്കെ അവിടെയായിട്ട് ആക്ഷൻ ഉണ്ട്. അതും ഒരു മീഡിയം ലെവലിലാണ് പോകുന്നത്. പിന്നെ അതേപോലെ ഇതിലെ കോമഡികൾക്ക്, എല്ലാ കോമഡികൾക്കും അങ്ങനെ ചിരി വരുന്നൊന്നുമില്ല, എന്നാലും ചിരിക്കാനുള്ള കോമഡികളും ഇതിലുണ്ട്. സജിൻ ചെറുകയിൽ, അതേപോലെ നരേൻ്റെ കഥാപാത്രം കുറെ ചിരിക്കാനുണ്ട്. പുള്ളി സീരിയസ് ക്യാരക്ടറാണ് ഇതിൽ, എന്നാലും കോമഡി പീസായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ബൈജു സന്തോഷ്, ഭഗത് ബേബി മാനുവൽ, അങ്ങനെ കുറച്ച് ഇതിൽ കുറേ നടന്മാരുണ്ട് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ തന്നെ കോമഡി തന്നെ. ഇതിൽ ഒരു സംഭവത്തെ തപ്പിക്കൊണ്ടാണ് എല്ലാ കഥാപാത്രങ്ങളും തന്നെ പോകുന്നത്. ചിലരൊക്കെ വേറെ കാര്യങ്ങളും തപ്പി നടക്കുന്നുണ്ട്, പക്ഷെ ഒരു മെയിൻ മാറ്റർ തപ്പി നടക്കുന്നുണ്ട്. പക്ഷെ അതില് സിനിമയിൽ അവസാനം ഒരു നല്ല തീരുമാനം വന്നതായിട്ട് തോന്നിയില്ല. അത് എന്തായെന്ന് തന്നെ മനസ്സിലാകാത്ത രീതിയിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ സാഹസം മൂവി എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഒരു മീഡിയം ലെവലിൽ ആക്ഷൻ കോമഡി അങ്ങനെ കണ്ടിരിക്കാം. ഒരു ആവറേജ് മൂവി.